ഈ അൾസറും മൂലക്കുരു ഒക്കെ ഉള്ള ആളുകൾക്കുണ്ടല്ലോ, കഴിക്കാൻ ഏറ്റവും നല്ലത് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ടാണ് ഈ കാണുന്ന അത്തി. ഈ അത്തിയുടെ ഡ്രൈ അത്തി നമുക്ക് എല്ലാ എന്താ ഈ ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ നല്ല ഫ്രൂട്ട്സ് കടകളിലൊക്കെ ഇതിൻ്റെ ഈ പഴം ഫ്രൂട്ടായിട്ടുള്ളത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ഈ അൾസറും മൂലക്കുരു ഒക്കെ ഉള്ള ആളുകൾ ഇതിൻ്റെ ഈ ഉണങ്ങിയ അത്തി നിങ്ങൾ ബേക്കറി ഷോപ്പുകളിൽ നിന്ന് വാങ്ങിയിട്ട് രാത്രി കിടക്കുന്നതിന് മുൻപ് ഒരു 1-2 അത്തി ഇങ്ങനെ ഇതിൻ്റെ ഈ ഉണങ്ങിയത് ഇതുപോലെ ഇരിക്കും കേട്ടോ. ഒരു ഇങ്ങനെ വട്ടം വട്ടം നുറുക്കിയിട്ട് ഇത് ഉണക്കി ഉണക്കി വെച്ചേക്കുന്നത്. അപ്പം 2 എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി വെക്കുക. ഉച്ച ടൈമിൽ അതെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണേ. എന്നിട്ട് രാത്രി കിടക്കാൻ നേരത്ത് അത് നിങ്ങളത് വെറുതെ കഴിച്ചാൽ മതി. അപ്പോൾ അതങ്ങനെ കഴിക്കുവാണെങ്കിൽ വയറിലുള്ള അൾസർ മാറാനൊക്കെ ആയിട്ട് നല്ലതാണ്. മൂലക്കുരു ഒക്കെ ഉള്ളവർക്ക് മൂലക്കുരു ചുരുങ്ങി പോവുകയും ചെയ്യും. പിന്നെ മൂലക്കുരുവിൻ്റെതായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടല്ലോ, അത് വരത്തൂല്ല. പിന്നെ അത് മാത്രമല്ലാണ്ട് ഈ ദഹന പ്രശ്നങ്ങളും അങ്ങനെയുള്ള കുടൽ സംബന്ധമായിട്ടുള്ള അസുഖമൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് ദഹനം എളുപ്പമാക്കാനായിട്ട് വളരെ നല്ലതാണ്. കാരണം ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദഹനം എളുപ്പമാക്കും, കുടലിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ക്യാൻസറിനെ തടയാനൊക്കെ ആയിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യേക ഒരു കഴിവ് ഈ ഒരു അത്തിപ്പഴത്തിനുണ്ട്. കാരണം ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഒരുപാടുണ്ട്. അതുമല്ല ഫോസ്ഫറസും മഗ്നീഷ്യവും കാൽസ്യം അയണൊക്കെ ഒരുപാട് അടങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. കുട്ടികൾക്കൊക്കെ വിളർച്ചയും ബ്ലഡ് കുറവൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഇത് കഴിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ടും നമുക്ക് എപ്പോഴും ഇങ്ങനെ പനിയും അസുഖങ്ങളൊക്കെ വരുന്ന കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനൊക്കെ ആയിട്ടും വളരെ നല്ലതാണ് കേട്ടോ ഇത്.